ഗ്യാസ് സിലിണ്ടറുകൾ പല ഹോട്ടലുകളിലും തീർന്നു, പല ഹോട്ടലുകളിലും അടച്ചു. നമ്മുടെ വീടുകളിലേക്കും യുദ്ധമെത്തുന്നു എന്നൊരു പ്രതീതി ഉണ്ടാവുന്നു. സംസ്ഥാനത്ത് കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് പാചകവാതക സിലിണ്ടർ ക്ഷാമം. സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ പഴയപടി ഇന്നു മുതൽ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഏജൻസികൾ നൽകുന്നില്ല. ഇന്നു മുതൽ ഭക്ഷണം നൽകാൻ കഴിയില്ലെന്ന് പല ഹോസ്റ്റലുകളും താമസക്കാരെ അറിയിച്ചിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് LDF ഇന്ന് പ്രതിഷേധം നടത്തും. അതേസമയം LPG പ്രതിസന്ധിയിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. ഇന്ധനക്ഷാമമുണ്ടെന്ന പ്രചരണം തടയണമെന്നും ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിസന്ധിയിലേക്ക് തന്നെ സംസ്ഥാനം പോവുകയാണ് എന്നുള്ളതാണ്. നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും മുമ്പത്തെ പോലെ സുഗമമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഗ്യാസും വിറകും ഉപയോഗിച്ചിരുന്നവർ വിറക് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് മന്ത്രിയും ഭക്ഷ്യമന്ത്രിയുമായ GRN വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായപ്പോൾ പലരും ആശ്വസിച്ചിരുന്നു, അത് നമ്മുടെ നാട്ടിലല്ലോ എന്ന് പറഞ്ഞ്. പിന്നീട് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ അനന്തരഫലമായി നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. അപ്പോഴും ചിലർ ആശ്വസിച്ചു, ആ ഹോട്ടലുകളല്ലേ പൂട്ടിയത്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാലോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരിട്ടുള്ള പല കാര്യങ്ങളും, അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പല ആഘോഷങ്ങളെ ഒക്കെ അത് ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമുക്ക്